ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയിൽ ഞാനങ്ങനെ ഈ ഓട്ടോ ഉണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷ ടുക് ടുക് പോലത്തെ ആ വണ്ടിയിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിലൊക്കെ നമുക്ക് വന്നാൽ, ഡൽഹിയിലല്ല കേരളം വിട്ടാൽ തന്നെ, ഞാനിപ്പോൾ നോർത്തിലേക്ക് മുംബൈ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴൊക്കെ നമുക്ക് ഈ കേരളമാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. മുംബൈയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ ഗുജറാത്ത് അഹമ്മദാബാദിലേക്ക് തന്നെ ഫുള്ള് ഈ വണ്ടി തന്നെ. ഇതുണ്ടാക്കുന്ന പല കമ്പനികളും ഉണ്ട് കേട്ടോ ഈ ഓട്ടോ മോഡൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ഗേറ്റിൻ്റെ അടുത്ത് പോകണം. ഞാനിപ്പോൾ അവിടുന്ന് ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ഓൾഡ് ഡൽഹി, അവിടെ നിന്ന് ഡൽഹി ഗേറ്റ് വന്നു. അവിടെ നിന്ന് നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് പോകണം. ഇന്ത്യ ഗേറ്റ് കാണാനുണ്ട്. അതുപോലെ ആ റോഡുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ കുറേ നടന്നാൽ നമുക്ക് രാഷ്ട്രപതി ഭവനുണ്ട്, പാർലമെൻ്റ് ഉണ്ട്, പഴയ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ട്, പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. സോ ഞാനിവിടെ ബസ്സിന് കുറച്ചുകൂടെ കാത്തുനിന്നു, ബസ്സൊന്നും കാണുന്നില്ല ഇവിടെ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സോ ഇതാണ് ഡൽഹിയിലെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഡൽഹി നല്ല അടിപൊളി, ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റും അതുപോലെ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒരുപാട് ഓഫീസുകളും ഇതേപോലെ നല്ല ഗാർഡനിങ്ങും ചെയ്ത് നല്ല മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ്. സോ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. സോ ഫൈനലി നമ്മളിവിടെ ഇവിടെ എത്തി. ഇതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ബോർഡ് കണ്ടോ, അത് അങ്ങ് അവിടെ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് അവിടെ പാർക്കാണിത്. കുറച്ച് മഴയാറ്റം പെയ്തെന്ന് തോന്നുന്നു, കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണമെന്ന് വെച്ചിട്ട് ഒരുപാട് പിള്ളേരൊക്കെ വരുന്നതാണ്. ഇവിടെ ഈ ഫോട്ടോഗ്രാഫി പ്രൊഫഷണലാക്കി ഒരുപാട് പേരുണ്ട്. നമ്മൾ നേരെ ചാന്ദിനി ചൗക്ക് ഉണ്ടല്ലേ, ഡൽഹി ഓൾഡ് ഡൽഹി മാർക്കറ്റിലെ ചാന്ദിനി ചൗക്ക് പോവുക, അവിടുന്ന് ഒരു ക്യാമറ സംഘടിപ്പിക്കുക, ഫോട്ടോഗ്രാഫി പഠിച്ചിട്ട് അത്യാവശ്യം ബേസിക് പഠിക്കുക. ഇവിടെ വന്ന് ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്ത് ഫോട്ടോ എടുത്ത് കൊടുക്കുക. പല പൈസകളും പറയും, 100 രൂപ ഉണ്ട്, 50 രൂപ ഉണ്ട്, 20 രൂപ പറഞ്ഞ് 30 രൂപ. ഫോട്ടോ എടുത്തിട്ട് നമുക്കൊന്നുകൂടെ വാട്സപ്പിലൊക്കെ അത് സെൻഡ് ചെയ്ത് തരും അവർ. അപ്പോൾ എൻ്റെ അടുത്തും ഒരുപാട് പേരിങ്ങനെ വന്നു, ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി, സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി. ഒരുപാട് നല്ല ഗാർഡനിങ്, നല്ല അടിപൊളി ഇതൊക്കെ ചെയ്ത് നല്ല സൂപ്പർ സ്ഥലം തന്നെയാണല്ലോ. ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് ഡെയിലി 10,000 ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. അല്ല, ഇന്ത്യയുടെ ഒരു മുഖമുദ്ര എന്ന് നമുക്ക് പറയാം, ഇന്ത്യ ഗേറ്റ്. ആ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഇന്ത്യ ഗേറ്റ്. ഇവിടെ നല്ല അടിപൊളി വാട്ടർ ഫൗണ്ടൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട്, സൂപ്പർ. ഇത് ഇന്ത്യ ഗേറ്റ് ഏകദേശം 1070 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ബ്രിട്ടീഷ് എൻജിനീയേഴ്സൊക്കെയാണ്, ഫോറിൻ എൻജിനീയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റ്. നല്ല തടാകം പോലെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ടല്ലേ, അടിപൊളി. സോ നമ്മൾ ആസ് ആൻ ഇന്ത്യൻ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാണേണ്ട സ്ഥലങ്ങളാണ് ഇന്ത്യ ഗേറ്റും അതുപോലെ ഈ രാഷ്ട്രപതി ഭവൻ. കർത്തവ്യ പാത്ത് എന്നാണ് പറയുക ഈ സ്ഥലത്തിന്, വലിയ റോഡാണ്, കർത്തവ്യ പാത്ത് എന്ന് പറയും. സോ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. സൂപ്പർ ആയിട്ടുണ്ടോ ഈ വാട്ടർ ഫൗണ്ടൈൻ, അതിനെ കൂടുതൽ മനോഹരമാക്കുന്നത് അടിപൊളിയായിട്ട്. അതുപോലെ ഈ ഗാർഡനിങ് ഒക്കെയാണ് ഇതിനെ മനോഹരമാക്കുന്നത്. സോ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ കാശ്മീർ പാൽഗാം യുദ്ധം, ഞാൻ ഏകദേശം രാജസ്ഥാനിൽ ഉണ്ടാകുമ്പോഴാണ് പാൽഗാമിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായത്. ഏപ്രിൽ 23 തോന്നുന്നു. അതിനുശേഷം ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഇവിടെയും അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് നേരം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഡൽഹിയിലും നല്ല സെക്യൂരിറ്റി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഫോട്ടോസൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വീഡിയോസൊക്കെ പെട്ടെന്ന് എടുത്തു. നല്ല അടിപൊളി സ്ഥലമാണ് ഇത് കേട്ടോ. ഇത്
അപ്പോൾ ഇന്ത്യ ഗേറ്റിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ആ മുകളിൽ സ്ഥലത്തൊക്കെ കുറേ ആൾക്കാരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ട് കാണാം. അതായത് മുമ്പ് ഇന്ത്യ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് മരിച്ച ആൾക്കാരുടെ വീരജവാന്മാരുടെ പേരുകളൊക്കെയാണ് അവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പേരുകളെ കാണാൻ പറ്റും. ഒരുപാട് പേരുടെ പേരുകൾ കാണാൻ പറ്റും. സോ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആ വ്യക്തികളുടെ പേരുകളാണ് അതൊക്കെ. സോ ഇതാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയാം. ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അല്ല, ഈ ഒരു ചിഹ്നം, ഈ ഒരു പിക്ചറൊക്കെ നമുക്ക് അധിക സ്ഥലത്തും കാണാൻ പറ്റും. പല സ്റ്റാമ്പുകളിലും ബ്രോഷറുകളിലും പല സൈറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ. अब ये नो बताओ, हम बैठे कहाँ पर? നല്ല രസമുണ്ടല്ലേ, നല്ല വെട്ടിത്തിളങ്ങുന്ന കളറ് കാരണം വെച്ചാൽ ഇവിടെ വെയിലടിക്കുമ്പം നല്ല എന്താ പറയുക, നല്ല അട്രാക്ഷനാണ്. ഇന്ത്യ ഗേറ്റിൽ കല്ലുകളില്ലേ, സ്റ്റോണ്, അതിൻ്റെ കളറുകൾ ആ വെയിലടിക്കുമ്പോൾ നല്ലൊരു തിളങ്ങിയ പോലെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. സോ അത് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് തോന്നുന്നത്, അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫോട്ടോസ് വീഡിയോസ് കുറച്ചെടുത്തു. കണ്ടോ ഇതിൻ്റെ നീളം കണ്ട, നമ്മൾ ദൂരത്താണുമ്പോൾ ചെറുതായി തോന്നും ഇന്ത്യ. അതിന് താഴെ കുറേ പേരുകളൊക്കെ എഴുതിയുണ്ട്, കുറേ വ്യക്തികളുടെ പേരുകൾ കാണാൻ പറ്റും. സോ ഇത്രയും വലുതാണ്. എത്ര നില കെട്ടിടം, ബിൽഡിങ്ങിൻ്റെ എത്ര ഇതാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു രൂപം കാണാം. അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണെന്ന് തോന്നുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്ചു ആണ് അതിൻ്റെ ബാക്ക് സൈഡിൽ. അതാണ് ഇന്ത്യ. ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ ഇത്രയും ലെങ്ത് ഉണ്ടത്. ഇവിടെ എത്രപാട് പേരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, ഡെയിലി ഒരുപാട് പേര്. പിന്നെ നൈറ്റ് വ്യൂ ഉണ്ട്. നൈറ്റ് നല്ല വ്യൂ ആണ്. നൈറ്റ് ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. സോ നമുക്ക് പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് പോയി കറങ്ങിയിട്ട് നമുക്ക് നൈറ്റ് ഒന്നുകൂടി തിരിച്ചു വരാം കേട്ടോ. നമുക്ക് ആ രാഷ്ട്രപതി ഭവൻ്റെ അവിടെ, പാർലമെൻറ്റ് അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് നൈറ്റ് ഒന്ന് തിരിച്ചു വരാം. സോ അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇതേപോലെ കുറച്ച് എന്താ പറയുക, ഇതൊക്കെ ആക്കി വെച്ചിന്. പിന്നെ ഇതാണ് പരം യോദ്ധാസ്ഥൽ എന്നുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റിലാക്സിങ് ചെയ്യാം, വാക്കിങ് ചെയ്യാം, അല്ല അവിടെ ഇരിക്കാം, ഇതൊക്കെയാണ് പറ്റുക. ഇതൊക്കെ ഗാർഡൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ ദിസ് ഈസ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ നിങ്ങളിവിടെ വരിക ആസ് ആൻ ഇന്ത്യനാണെങ്കിൽ, ഇന്ത്യക്കാരനാണ് നമ്മൾ, ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ 2-3 വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മതിയാവില്ല. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു സിമ്പിളാണിത്, ഇന്ത്യ ഗേറ്റ്. സോ ഞാനങ്ങനെ ഇവിടെ ഇരുന്നു. പിന്നെ ഇവിടെ ചെറിയ എന്താ പറയുക, ഇതിൻ്റെ തൊട്ടിപ്പുറം ഞാൻ പറ്റില്ല, കർത്തവ്യ പച്ച, നേരെ നടക്കാന്ന് വെച്ചാൽ കുറേ നടക്കാനുണ്ട്. എന്താ പറയുക, കുറേ നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, പാർലമെൻറ്റ്, നമുക്ക് രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ്റ് റോഡെത്തും. പക്ഷേ കുറച്ച് നടക്കേണ്ടി വരും കേട്ടോ, കുറച്ച് നടക്കാൻ്റെ ഉണ്ടാവും. പിന്നെ ചെറിയ സൈക്കിളൊക്കെ കിട്ടും. നമ്മളിപ്പോൾ ഒരു 100 രൂപ കൊടുത്താൽ നമുക്ക് സൈക്കിളൊക്കെ കിട്ടും. പക്ഷെ അതൊരു റൗണ്ട് ട്രിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഞാൻ അവിടെ നിന്ന് കുറച്ച് നടക്കേണ്ട പരിപാടിയാണ്. നമുക്കിവിടെ എന്താ പറയുക, നല്ല അടിപൊളി ലേക്ക് പോലെയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ലേക്കാണ്. അവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നൊരു ഏരിയയാണ്. നല്ല അടിപൊളി ലേക്കും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച്, അതിൻ്റെ മരത്തിൻ്റെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി വെട്ടിത്തിളങ്ങുന്ന ഇന്ത്യ ഗേറ്റ്. പിന്നെ ഞാൻ ഇതിൻ്റെ താഴെ
സബ്വേ ഉണ്ട്, പാസേജ്. അപ്പോൾ നമ്മൾ ഇതിൽ പോകുമ്പം ഇതിൽ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ന്യൂഡൽഹിയിലൊക്കെ കാണാൻ പറ്റും. ന്യൂഡൽഹിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ന്യൂഡൽഹിയിൽ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയായിരുന്നു ന്യൂഡൽഹിയിൽ നിന്ന് കാണാൻ പറ്റും നമുക്കിവിടെ. റിപ്പബ്ലിക് ഡേൻ്റെ ഇതൊക്കെയാണ്. അതുപോലെ ഇന്ത്യ ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഫോട്ടോസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ തൊട്ട് താഴെയാണ്, അതായത് നമുക്ക് കർത്തവ്യ പാത്ത് നോട്ടില്ല, നമ്മൾ റോഡ് മുറിച്ച് കിടക്കുന്നത് അതിൻ്റെ പകരമായിട്ട് താഴെ അണ്ടർ പാസേജാണ് ഇത് സബ്വേ. അപ്പോൾ ഇതാണ് ദ മേക്കിംഗ് ഓഫ് ന്യൂ ക്യാപിറ്റൽ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന സമയത്താണ് ഇന്ത്യ ഗേറ്റ് എന്നുള്ള ആശയം വന്നിട്ട്. ഇത് എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ടാ 1912 ആ സമയത്താണ് ആനേനൊക്കെ കൊണ്ടുവന്നിട്ട് നോക്കിയേ. ഇന്ത്യ ഗേറ്റിൻ്റെ പണി നടക്കുന്ന പഴയ ഫോട്ടോസുകളാണ് അല്ലേ. ഇറ്റ്സ് എ വെരി റയർ കളക്ഷൻ, വളരെ റയർ കളക്ഷനാണ് ഇതൊക്കെ. അപ്പോൾ ഇത് അതിൻ്റെ താഴെ സബ്വേയിൽ ഈ ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കത് കണ്ട് ചരിത്രം ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കാം എന്ന രീതിയിലാണ്. ഹിസ്റ്ററി കുറച്ചെങ്കിലും നമ്മൾ അറിയാമെന്നല്ലാണ് അത് കാണാം. സോ ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്ക് സൈഡിലെത്തി. റോഡ് ഇപ്പം അവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടിപ്പുറം റോഡ് വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നതാണ്, അതിൻ്റെ ഇപ്പുറ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് കർത്തവ്യ പാത്ത് എന്ന് പറഞ്ഞ റോഡ് കേട്ടോ. ഇതങ്ങനെ നേരെ നടന്നാൽ നമ്മൾ അങ്ങ് അവിടെ രാഷ്ട്രപതി ഭവൻ്റെ അവിടെ എത്തും. ഇപ്പുറ സൈഡിൽ നേരെ നടന്നാൽ ഇന്ത്യ ഗേറ്റ് എത്തും. ഓക്കെ, ഈ റോഡ് കടന്നാൽ റോഡ് അല്ലെങ്കിൽ താഴെ പാസേജ് ഉണ്ട്, സബ്വേ കടന്നാൽ ഇന്ത്യ ഗേറ്റ്. സോ ഇത് അങ്ങ് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഇവിടെ സൈക്കിളൊക്കെ കിട്ടും ഓടിക്കാൻ. നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ, നല്ല സൂപ്പർ സ്ഥലം, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ്. പിന്നെ നല്ല ഇപ്പോൾ ഹൈ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഏജാണ്. ഒന്നാമത് കാശ്മീർ ഇപ്പോൾ പാൽഗാമിലൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെട്രോന് വന്നു. ഇത് മെട്രോൻ്റെ ഇതാണ്, ഞാൻ പറഞ്ഞില്ല കർത്തവ്യ പാത്ത്. ഇപ്പോൾ ഇവിടെ മാപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ള സ്ഥലം കാണാൻ പറ്റും നമുക്ക് റെഡ് മാർക്കിൽ. അവിടെ നമുക്ക് എവിടത്തേക്കാണോ പോകേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യം, പാർലമെൻറ്റ്, ലൈബ്രറി ഉണ്ട്, അതുപോലെ ഇന്ത്യ ഗേറ്റ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സുപ്രീം കോർട്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ കണ്ണ് കാണാത്തവർക്കെല്ലാം വായിക്കാൻ വേണ്ടി ആ രീതിയിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സോ ഇതാണ് കർത്തവ്യ പാത്ത്. പിന്നെ ഡൽഹിയിലൊക്കെ ഇലക്ട്രിക് ബസ്സുകളൊക്കെ ഫുള്ള് ഓടുന്നു. കണ്ട ഇവിടുന്ന് ഇലക്ട്രിക് ബസ്സൊക്കെ കാണാം. 100% ഇലക്ട്രിക് ആണ്, നോ സ്മോക്കിംഗ് ആണ്. ഇത് കണ്ട, ഇതാണ് റെയിൽ ഭവൻ. നമ്മുടെ റെയിൽവേയുടെ ഇതില്ലേ മന്ത്രാലയം, റെയിൽവേ മന്ത്രാലയം, അതിൻ്റെ പുറത്ത് ഒരു മെട്രോയുടെ വന്ദേ ഭാരതിൻ്റെ അത് തോന്നുന്നു അതിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. ആ കാണുന്നുണ്ടോ, അതാണ് കൃഷി ഭവൻ എന്ന് പറയുന്നത്. കൃഷിഭവൻ്റെ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. ഇതൊക്കെ ഡൽഹിയിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. നമ്മളൊക്കെ ഇതൊക്കെ അറിയുന്നില്ല, ന്യൂസിലും പത്രങ്ങളിലും വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഇങ്ങനത്തെ ഓഫീസുകളും ബിൽഡിങ്ങുകളൊക്കെയാണ്, കൃഷിഭവൻ, അതുപോലെ BSNL ബിൽഡിംഗ് ഒക്കെ. സോ ഫൈനലി നമ്മളങ്ങനെ രാഷ്ട്രപതി ഭവൻ്റെ അടുത്തെത്തി. ഇതാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. അപ്പുറപ്പുറമൊക്കെ വലിയ വലിയ ഓഫീസുകളൊക്കെ കാണാം. അങ്ങ് കണ്ട, അങ്ങ് ദൂരെ കാണുന്നത് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് അവിടെ നടന്ന് വരണം, നല്ല പണി നടക്കാൻ. അല്ലെങ്കിൽ വണ്ടിയുണ്ട്, ഓട്ടോ ഉണ്ട്, ബസ്സുണ്ട്, എല്ലാം കയറി വരാം. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എത്തണം. ഇതാണ് പാർലമെൻറ്റും അതുപോലെ രാഷ്ട്രപതി ഭവന്. പാർലമെൻറ്റ് തന്നെ പഴയ പാർലമെൻറ്റുണ്ട്, പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പുറത്തെ ചെറിയൊരു സൈഡിലേ കൂടി വഴിയുണ്ട്. നമുക്ക് മെയിൻ ഗേറ്റിൽ കൂടി വരാൻ പറ്റില്ല. കാരണം ഇത് ബാക്കിൽ കാണുന്നുണ്ട്, അതാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രപതി ഭവൻ്റെ അകത്തേക്ക് നമുക്ക് പോവാം, പാസ് ഉള്ളവർക്ക് പോവാം.
പാസ് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. നമുക്ക് ഇന്ന് പാസ് കിട്ടണമെന്ന് വിചാരിച്ച് ഇന്ന് കിട്ടില്ല. നമ്മൾ അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തേണ്ടത്. അതുകൊണ്ടോ ഇപ്പുറത്തെ നടുക്ക് പാർലമെന്റ്, പഴയ പാർലമെന്റ് ബിൽഡിംഗ് ആണ്. ഇപ്പുറത്തെ സൈഡിൽ പുതിയ പാർലമെന്റ് ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഈ സൈഡിൽ ഇപ്പുറത്തെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും. പാസ് ഉള്ളവർക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് രാഷ്ട്രപതി ഭവൻ്റെ അകത്തേക്കെല്ലാം പോവാം. പാസ് ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അകത്ത് കയറാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോ വണ്ടികളായിട്ടും ട്രാവൽ ഏജൻസിയും ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ ബസ്സും വണ്ടികളൊക്കെ ഇവിടെ വന്നുകൊടുക്കും. ഇവിടെ അവിടെ കാറുകളൊക്കെ വന്നുകൊടുക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ, സെൽഫി, വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. സി ദാറ്റ് പാർലമെന്റ് അസംബ്ലി കണ്ട, പാർലമെന്റ് ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അസംബ്ലി നിയമനിർമ്മാണ സഭ, നിയമങ്ങളൊക്കെ എടുക്കുന്ന സഭയാണത്. പഴയ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ മരങ്ങളുടെ ഇടയിൽ, അതാണ് പുതിയ പാർലമെന്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ അത് നടുക്കത്തെ പഴയ പാർലമെന്റ്, ഇപ്പുറത്തെ ലാസ്റ്റത്തത് വലിയ ബിൽഡ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇങ്ങനെ ഒരു തടാകം പോലെ ആക്കി വെച്ച് നല്ല ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഡിസൈനുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് മെയിനായിട്ട് ആൾക്കാർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുക. ഇവിടെ ഇങ്ങനെ ഓരോ മിനിറ്റും ഓരോ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, കാറിലും ഓരോ ട്രാവൽ ഏജൻസിയും അതുപോലെ ഓരോ ഡൽഹി കാണാൻ പറഞ്ഞ ആൾക്കാരുടെ വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാം. പാസിലെ ആൾക്കാർ അകത്തേക്ക് പോകും. അത് പാസിലെ ആൾക്കാർക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അത് ഇതുവഴിയല്ല, അകത്തേക്ക് കയറുന്ന വേറെ വഴിയുണ്ട്. അതിലേ കൂടി കയറിയിട്ട് അവർ ഇതിലേ കൂടി വരുന്ന കണ്ടിട്ടുണ്ട്. സോ പാസ് വരുന്നവർ ഇത് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാസ് എടുക്കുക എന്നതാണ് കാര്യം. പിന്നെ ഞാൻ മുമ്പ് ഡൽഹി വന്നപ്പോൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിലൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നത്. സോ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ചോർ ബസാറിലെത്തി. എന്തറിയോ, ഇതാണ് ചോർ ബസാർ. ഈ ചോർ ബസാർ നേരെ കണക്ട് ചെയ്യുന്നുണ്ട്, ചാന്ദിനി ചൗക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ചോർ ബസാർ നേരെ നടന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ, ഓൾഡ് ഡൽഹി മാർക്കറ്റുമായി കണക്ട് ചെയ്തതാണ്. അതാണ് ഡൽഹി മാർക്കറ്റ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വീണ്ടും ഞാൻ രാത്രി ഇവിടെ തന്നെ വന്നിട്ട് അവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത്. ഇതാണ് ഇന്ത്യ ഗേറ്റ് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. രാത്രിയിലെ വ്യൂ ഉണ്ട്. നിങ്ങൾ മുകളിൽ നമ്മുടെ ഫ്ലാഗിൻ്റെ ലൈറ്റുകൾ കാണാൻ പറ്റും. നല്ല അടിപൊളി ലൈറ്റ് വ്യൂ ഒക്കെ വെച്ചിട്ട് രാത്രി ഇവിടെ ഫുൾ ടൈം ആൾക്കാരനെ, 24 മണിക്കൂർ ആൾക്കാരുണ്ട് തോന്നുന്നു ഇവിടെ, ഫുൾ ടൈം ആൾക്കാരനെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേത്ത് ദിവസം നമ്മൾ എഴുന്നേറ്റു. നമ്മളിന്ന് ചില സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറയല്ലേ, ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാം. എംബസി ഓഫ് ജോർജിയ, ഇത് അതിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ ഫുൾ എംബസിയും ഓഫീസും കേരള ഹൗസ്, ഓരോ സംസ്ഥാനങ്ങളുടെ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയാണ് ഈ ഭാഗത്തുള്ളത്. ഇത് എംബസി ഓഫ് ലക്സംബർഗ്. പിന്നെ അതിൻ്റെ ബാക്ക് തന്നെ ഉണ്ട് എംബസി ഓഫ് ഏത് രാജ്യം, എംബസി ഓഫ് മോൾഡോവ. ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ അവരുടെ എംബസി ഉണ്ടാവില്ല, അതൊക്കെ ഇവിടെ ഉണ്ടാവും. കോൺസുലേറ്റ് എന്ന് പറയുന്നത് അതൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് വേറൊരു ഗാർഡൻ ഉണ്ട്, ലോധി ഗാർഡൻ എന്നാണ് പറയുക, ലോധി ഗാർഡനിലേക്ക് നമ്മളിന്ന് പോകുന്നുണ്ട്. ഇതാണ് ഡൽഹിയിലെ വളരെ ഫേമസ് ലോധി ഗാർഡൻ എന്ന് പറയുന്നത്. രാവിലെ വന്ന് മോർണിംഗ് വോക്കൊക്കെ ചെയ്യാൻ അടിപൊളി സ്ഥലമാണല്ലോ, സൂപ്പർ പ്ലേസാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഭാഗം, അതുപോലെ ഞാൻ പറഞ്ഞ ഈ കനോട്ട പാലസ്, ഈ സ്ഥലങ്ങളൊക്കെ വലിയൊരു ഏരിയ ആണ്. ഇല്ലേ, ഇവിടെയൊക്കെ ഫുൾ ഇതേപോലെ ഗാർഡനിങ് ചെയ്ത അടിപൊളി സ്ഥലങ്ങളാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ്, ഹൈ സെക്യൂരിറ്റി ആണ്. ഇതിൻ്റെ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഹൗസൊക്കെ ഉള്ളത്. ഇന്ദിരാഗാന്ധി മ്യൂസിയം ഉണ്ടല്ലോ, ഹൗസ് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അവിടത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ലോധി ഗാർഡൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗാർഡൻ കേട്ടോ, സൂപ്പർ കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് ലോധി ഗാർഡനിൽ ഞാൻ എത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് ലോധി ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. ലോധി ഗാർഡൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തന്നെയാണ്, വേറെ പറയാനില്ല. പിന്നെ ഇവിടെ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട്, പഴയ ഒരു ആർക്കിടെക്ചറൽ ബിൽഡിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പണ്ട് കാലത്തെടുത്ത ഒരു ഡിസൈനാണ്, ആർക്കിടെക്ചറൽ ബിൽഡിംഗാണ് ലോധി ഗാർഡൻ എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല അടിപൊളി ഗാർഡൻ ചെയ്ത, നല്ല തിരക്കൊന്നുമില്ലാത്ത നല്ല കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണിത്.
അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടുന്ന് പതുക്കെ വിടാം. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഉള്ളത് കനോട്ട് പാലസാണ്. നിങ്ങളിത് പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ 3 Idiots സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 3 Idiots സിനിമയിൽ കരീനയും അമീർ ഖാനും ഉള്ള ഒരു രംഗമൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് ബിൽഡിംഗ് ഓർമ്മയുണ്ടോ? ഇത് വലിയൊരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണ്. അതാണ് ഈ എന്താ പറയുക കനോട്ട് പാലസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. ഈ ഒരു ഏരിയ മുഴുവൻ ഇതേപോലെ സ്ട്രീറ്റുകളാണ്. കനോട്ട് പാലസ് എന്ന് പറയും. ഇത് ഒരുപാട് സിനിമകൾക്കെല്ലാം വേദിയായിട്ടുള്ള സ്ഥലമാണ്. നല്ല അടിപൊളി ഡിസൈനിലെടുത്ത ബിൽഡിങ്ങുകളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. അത്യാവശ്യം VIP കോസ്റ്റ്ലി ബ്രാൻഡുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ത്യ ടൂറിസം ഡൽഹി. സോ ലെറ്റ്സ് ഗോ ടു കനോട്ട് പാലസ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ വിൽക്കുന്ന ആൾക്കാരെ കാണാം. ബുക്സുകൾ വിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? ബുക്കുണ്ട്, അതുപോലെ ഫോട്ടോസുകളും സുവനീറുകളും, അതുപോലെ പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ, ഡ്രസ്സിൻ്റെ ബ്രാൻഡുണ്ട്, കോഫി ബ്രാൻഡുണ്ട്, കൊളംബിയയുടെ ബ്രാൻഡുകൾ, ബോസ്റ്റൺ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ പുറത്തിരുന്നുകൊണ്ട് ഈ മൊബൈലിൻ്റെ ഒക്കെ ഗ്ലാസ് വിൽക്കുന്ന ടംബേർഡ് ഗ്ലാസ്, അതിൻ്റെ കേസ് കവറൊക്കെ വിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. നല്ല അടിപൊളി സ്ട്രക്ചറിൽ ഇതിൻ്റെ ഒരു കൊട്ടാരത്തിൻ്റെ ഒക്കെ പാലസിൻ്റെ ഒക്കെ പോലത്തെ രീതിയിൽ ചെയ്ത പോലെ അല്ലേ കനോട്ട് പാലസ്. പക്ഷെ സൂപ്പർ പ്ലേസ് കേട്ടോ. അതുപോലെ അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് കേട്ടോ. നൈക്കയുടെ ബ്രാൻഡ്, റൈമണ്ട്, ലെവീസ്, ഒരുപാട് കമ്പനികളുടെ ബ്രാൻഡുണ്ട്. അത്യാവശ്യം നല്ല അടിച്ച് പൊളിക്കാൻ പൈസയൊക്കെ ഉള്ളവരെ വരിക, അല്ലാണെന്നാ പറയുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയ ഹോട്ടൽസ്, ബാറുകളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകളൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. പിന്നെ നൈറ്റ് വ്യൂ ഉണ്ട്. നൈറ്റ് വ്യൂ നമുക്കൊന്ന് വരണം. നൈറ്റ് കനോട്ട് പാലസ് കാണാൻ നല്ല ഭംഗിയാണ്. സോ നമുക്ക് നൈറ്റും കൂടി വരണം. ഓക്കെ, സോ ഇതാണ് കനോട്ട് പാലസ്. ഇതൊരു കുറേ ബിൽഡിംഗ് വട്ടത്തിലങ്ങ് വരെ കുറച്ച് പോകും കനോട്ട് പാലസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് മെട്രോ ഉണ്ട് കേട്ടോ. മെട്രോ എനിക്ക് തോന്നുന്നു രാജീവ് ചൗക്കാണെന്ന് തോന്നുന്നു. രാജീവ് ചൗക്ക് മെട്രോ ഉണ്ട്. രാജീവ് ചൗക്കാണ് മെട്രോ ആണെന്ന് തോന്നുന്നു. സോ മെട്രോയിലേക്ക് വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഉണ്ടോ ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ? ഈ ലാസ്റ്റ് പോയ ആ 3 പിള്ളേർ ഈ ചെവിന്നൊക്കെ വാക്സ് എടുത്തിരുന്ന ടീമൊക്കെയാണ്. അവർ മുംബൈയിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് ചിലപ്പോൾ പിടിക്കും. ചെവി ഒറ്റ പിടുത്താണ്. നമ്മുടെ ഈ ചെവിയിലൊക്കെ ട്രാവലിങ് ചെയ്യുമ്പോൾ ചെവിക്കായ എന്ന് പറയുന്നില്ലേ, പൊടിയൊക്കെ അടിഞ്ഞുകൂടി വാക്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു അഴുക്ക്, അത് കളഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ചാർജ് ഉണ്ട് അവർക്ക് 50, 100 അത് ചാർജൊക്കെ ഉണ്ട്. സോ അവർ ചിലപ്പോൾ നമുക്ക് നേരെ വന്നിട്ട് നമ്മുടെ ചെവിയൊക്കെ ആയിരിക്കും പിടിക്കാൻ. 2-3 ലക്ഷം ചെവി പിടിച്ചിട്ട് ഞാൻ പിടി കൊടുത്തിട്ടില്ല. അപ്പോൾ ചില സമയത്ത് അത് വേദന എടുക്കോട്ടാ. നല്ല ചെയ്യാൻ അറിയാത്തവനൊക്കെ ചിലപ്പോൾ അമർത്തി കുത്തി ചെയ്താൽ നല്ല വേദനയും കാര്യങ്ങളൊക്കെ എടുക്കും ഈ വാക്സ് എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഇതിൻ്റെ തൊട്ടപ്പുറം ചെറിയൊരു പാർക്കുണ്ട്. നമുക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചു. ഓക്കെ, അതാണ് മെയിനായിട്ട് ഈ കനോട്ട് പാലസ് ഉണ്ട്. രാത്രി ഏകദേശം വൈകുന്നേരം ആവാറായി. നമുക്ക് ആ രാത്രിയിലെ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം.
अरे नहीं ये भी उस दिन नहीं आज तो पार्टी